തീർച്ചയായും ബെന്നി ജോസഫ് അങ്ങക്ക് എന്തോ പറയാനുണ്ട്. അതായത് അഷ്റഫ് ഇതിന് മറുപടി തന്നെ. ഞങ്ങളൊക്കെ വിഷ്വല് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളവിടെ വന്നതുമാണ്. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ മാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ അവിടെ ഫയർഫോഴ്സുകാർ തീ പിടിച്ചപ്പോൾ വന്നപ്പോൾ ആവശ്യത്തിന് വണ്ടികൾ ഉണ്ടായില്ല, ആവശ്യത്തിന് ഈ പൊക്ലിൻ ഉണ്ടായില്ല, മെഷീൻസ് ഉണ്ടായില്ല. ഇതൊക്കെ എവിടെയായിരുന്നു മോട്ടോർ വർക്ക് ചെയ്യണല്ലാണ്ട് നിങ്ങൾ ഇതെങ്ങനെയാണ് ഞാൻ പറയണത് ആക്ഷേപം എന്ന് പറയണത്? ഞാൻ പറയണതാണ് നിങ്ങൾ പറയുന്ന സത്യമോ? നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ, നിങ്ങളുടെ അഴിമതി മൂടി വെക്കാൻ നിങ്ങളാണ് നുണ പറയണത്, അല്ലാണ്ട് ബെന്നി ജോസഫ് അല്ല നുണ പറയണത്. ഞാൻ പറയുന്ന ആക്ഷേപമല്ല. ഞാൻ വ്യക്തപരമായി നിങ്ങളുടെ വിഷ്വൽസ് ഇട്, കേരള വിഷ്വൽസ് ഇട്ടിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അവിടെയുള്ള എത്ര ഫയർഫോഴ്സുകാരുടെ മുഖത്ത് ഇങ്ങനെ ഈ പുക കയറാത്ത മാസ്ക് ഇതൊക്കെ ഉണ്ടെന്ന്. അല്ലാണ്ട് നമ്മൾ ഈ മറ്റേ കോവിഡ് വന്നപ്പോൾ മുഖത്തിട്ട ആ തുണിക്കഷ്ണമല്ല. അതുകൊണ്ട് ആക്ഷേപം എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കരുത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാ സംസാരിക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാ സംസാരിക്കണം. നിങ്ങൾ അഴിമതി രക്ഷിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. തീർച്ചയായും ടി കെ അഷ്റഫിന് മറുപടിക്കുള്ള സമയം. എന്താ പറഞ്ഞത്? എനിക്ക് അദ്ദേഹം പറയുന്ന കുറച്ച് കേൾക്കില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പ്രയാസമുണ്ട് ടി കെ അഷ്റഫിന്. തീർച്ചയായിട്ടും അഷ്റഫ്, അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാസ്ക് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അങ്ങ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ ഒരിക്കലും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല. ഞാൻ കൊച്ചി ജനതയോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കൊച്ചി ജനതയ്ക്ക് വേണ്ടി ഞാൻ ഒരു എലക്ട് ചെയ്ത ആളാണ്. ഞാൻ ജനപ്രതിനിധിയാണ്. എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ കാര്യം സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ അദ്ദേഹത്തിന് നേരെ സന്ദർശിക്കാൻ ഞാൻ അവസരം കൊടുക്കാം. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ളൂ. ഇപ്പൊ ആരെങ്കിലും വിട്ടു പരിശോധിച്ചു, ഞാൻ പുറത്തുള്ളവരും വിട്ടു പരിശോധിച്ചു. അവിടെ ആവശ്യമായ മാസ്കുകൾ, പിന്നെ ചില പ്രത്യേകതരം മാസ്കുകൾ, വില കൂടിയ മാസ്ക് ചില മാർക്കറ്റിൽ സുലഭമായി ലഭ്യമല്ല. പക്ഷെ അതും മാക്സിമം കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കാറുണ്ട്. അവിടെ എല്ലാ മാസ്കും ആവശ്യമായ സ്റ്റോക്കുണ്ട്, കുടിവെള്ളമുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, കുമ്പട്ടിങ്ങുണ്ട്, അത്യാവശ്യം പയവർഗ്ഗങ്ങളുണ്ട്. എല്ലാ സമയം മെഡിക്കൽ ടീമുണ്ട്. അവിടെ മെഡിക്കൽ ടീം, ആശ്രമ മെഡിസിന്റെ മെഡിക്കൽ ടീമുണ്ട്. അവിടെ മുഴുവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീമുണ്ട്. അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും തർക്കമുണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു ആരോപണം, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. നഗരസഭയുടേതായി ചില സമയങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടിരിക്കും. പക്ഷെ അതെല്ലാം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഒരു പൗരൻ അദ്ദേഹത്തിന്. പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ അത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു നോക്കണം. കാരണം ഞാൻ ആ രംഗത്ത് അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളും അവിടെ ഉദ്യോഗസ്ഥന്മാരും 24 മണിക്കൂറും സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ച പോലെ അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മനോവിജയമില്ലാതാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുണ്ട്. ഇതുമായി സഹകരിക്കാതെ മുഴുവൻ എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മുടെ ടിവിയിലല്ല നേരിട്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചാലും അദ്ദേഹം ആരുന്നയിച്ചാലും അത് ക്ലിയർ ചെയ്യാൻ നഗരസഭ ബാധ്യസ്ഥമാണ്. അത് യാതൊരു കാരണവശാലും ആരും ഏത് കൊച്ചുകുട്ടി പറഞ്ഞാലും അങ്ങനെ പോരായ്മകൾ പരിഹരിക്കാൻ നഗരസഭ ബാധ്യസ്ഥ ആരും സ്വീകരിക്കുമെന്ന് എനിക്ക് വലിയതായി പറയാനുള്ളത്. തീർച്ചയായും ആ വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തായാലും ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരുമിച്ച് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആളുകൾക്ക്, അതിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ശ്രീ ബെന്നി ജോസഫ്, ഞാൻ അങ്ങയിലേക്ക് വരാം. സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് ചക്രപാണി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ രതീഷ് ചക്രപാണി, ഈ വിഷയം വളരെ ഗുരുതരമായ വിഷയമാണ്. ഇന്ന് കൊച്ചി നഗരത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചി നഗരത്തിലുണ്ടായ കേവലം പുക എന്നതിനപ്പുറത്തേക്ക്